മൂത്ത ജ്യേഷ്ഠൻ്റെ മകനാണത്. അതെ. എൻ്റെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ വെളിയിൽ എവിടെയും കണ്ട് ഏതോ സ്ഥലത്ത് പോയപ്പോൾ ഉം, അവിടുന്ന് പുള്ളി കല്യാണം കഴിച്ചൊരു തമിഴ് ഉം. അവരും ഈ പ്രസവത്തോടെ മരിച്ചുപോയി. ഓ. അപ്പോൾ ആ കുട്ടിയെയും കൊണ്ട് പുള്ളി നാട്ടിലേക്ക് വന്നു. കുട്ടിയെ കളയാൻ പറ്റില്ലല്ലോ. അതെ, അതെ. പുള്ളി വന്നപ്പോൾ എൻ്റെ അപ്പച്ചൻ കല്യാണം കഴിച്ചിട്ടുണ്ട് അമ്മച്ചി. എൻ്റെ മൂത്ത സിസ്റ്റർ ഞാനില്ല. ആ. അപ്പോൾ അമ്മച്ചിയുടെ കുട്ടിയുണ്ട്. അപ്പോൾ വന്നപ്പോൾ എന്തായാലും അമ്മച്ചിയുടെ അടുത്തല്ലേ കൊടുക്കുകയുള്ളൂ. തറവാട്ടിലേക്കാണ് വന്നത്. അപ്പോൾ വല്യപ്പച്ചൻ പറഞ്ഞു, എടാ അവളോടൊന്ന് നോക്കാൻ ഉം, പറയൂലേ ഉം. എന്ന് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, ഓ ആ. പിന്നെന്താ അവൾ നോക്കിക്കോളും എന്ന് ഉം. പറഞ്ഞ്. അങ്ങനെ അന്ന് അമ്മച്ചിയുടെ അടുത്ത് കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ കൂടെ എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ കൂടെ എൻ്റെ അമ്മച്ചിയുടെ പാല് കുടിച്ച് അവൻ വളർന്നു. ഓ. പിന്നെയാണ് ഞാൻ ജനിക്കുന്നതൊക്കെ. അതിനുശേഷം പുള്ളിക്കാരൻ രണ്ടാമത് കല്യാണം കഴിച്ചു ഉം. വല്യപ്പച്ചൻ. ഉം. കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു മോനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞു. ഓ. അപ്പോൾ അമ്മച്ചിക്ക് അത് ഭയങ്കര സങ്കടമായിരുന്നു. അതെ, അതെ. ശരി അവരുടെ മോനല്ലേ വല്യപ്പച്ചൻ പറഞ്ഞു, അവള് പറയണു വേണമെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു വളരെ ശോകമായിരുന്നു അവിടുത്തെ അവസ്ഥ, അവൻ്റെ അവസ്ഥ. ഞങ്ങളുടെ വീട്ടിൽ തന്നെയല്ലേ. ആ. അവന് വലിവൊക്കെ ഉള്ള കുട്ടിയായിരുന്നു. ആ. അപ്പം അവൻ ഭയങ്കര ശോകം വന്നപ്പോഴേക്കും അമ്മച്ചി അപ്പച്ചനും പറഞ്ഞു. അപ്പച്ചൻ അതിൽ സ്ട്രിക്റ്റ് ആയിട്ട് ചേട്ടനാണെന്നൊന്നും ഉം. നോക്കിയില്ല. മര്യാദയ്ക്ക് കൊച്ചിനെ ഇങ്ങോട്ട് തന്നു. അവനെ കഷ്ടപ്പെടുത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവനെ ഞങ്ങൾക്ക് ഓ. വേണമെന്ന് പറഞ്ഞു.